AC ഉണ്ട്, പക്ഷെ കറണ്ടില്ല. നമ്മൾ അങ്ങനെയുള്ള സംഗതികൾ വല്ല വല്ലാർപാടത്തോ വല്ല വിഴിഞ്ഞത്തോ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. അന്ന് ചെയ്തിരുന്നെങ്കിൽ എയർപോർട്ടിന്റെ അവിടെ നമ്മുടെ ഇങ്ങോട്ട് വരുന്നൊരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ, സ്ട്രീറ്റ് ലൈറ്റ് പോലും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ശരീരം മുഴുവൻ നനഞ്ഞ വേർത്ത പുറത്തേക്ക് ഇറങ്ങണം. ആ വെള്ളം എടുത്ത് നേരെ ഇവിടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും കഴുത്തില്. എന്നിട്ട് അങ്ങ് ഇറക്കി ഇടുന്നത്. കാരണം വായിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും മോളിൽ കയറും, മുണ്ട് വിരിച്ച് അങ്ങ് ഇട്ടേച്ച് അതിന്റെ മുകളിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് മുണ്ട് കരുവാട് പോലെ വളഞ്ഞിങ്ങനെ പുറത്തേക്ക് വരും. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ശ്രീ രാജു എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജു എബ്രഹാം എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട്. സ്വഹാർ ഷിപ്പിംഗ് എന്ന ഒരു വലിയ ബിസിനസ് സംരംഭത്തിൻ്റെ ഉടമയാണ്. ഒമാനിലാണ്. എന്തുകൊണ്ട് പ്രവാസ ജീവിതം താൻ മറക്കില്ല? ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ട്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ശ്രീ രാജു. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. സാഹചര്യങ്ങളാണ് എന്നെ നാട്ടിൽ നിന്ന് കയറ്റി വിട്ടത്. ഗ്രാമത്തിലൊരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് ജീവിതം തുടങ്ങി. എറണാകുളത്ത് നമ്മുടെ കളമശ്ശേരി ഒരു കോളേജിലേക്ക് പഠിച്ചിരുന്നത് പ്രീ ഡിഗ്രിക്ക്. പിന്നെ ഡിഗ്രിക്ക് ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് രാഷ്ട്രീയവും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ തീരുമാനിച്ചു, ഇനി എന്നെ അവിടെ നിർത്തിക്കൊണ്ട് നിന്നാൽ ശരിയാവില്ല, എനിക്ക് ജോലി കാര്യങ്ങളിലേക്ക് മാറ്റണം തന്നെ എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഇവിടെ. പുള്ളിയും ബോംബെയിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു വിസ ശരിയാക്കി തന്ന്, പെട്ടെന്നൊരു പാസ്പോർട്ട് എടുത്ത് എനിക്കൊരു വിസയൊക്കെ ശരിയാക്കി തന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും ഉണ്ടായത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് രാജ്യം വിട്ടു പോണ ആൾ ഞാനാ. എന്നെക്കാൾ മുമ്പ് ആരും പോന്നിട്ടില്ല. വളരെ ചെറിയ പ്രായം. അപ്പൊ അതൊരു വലിയ വിഷമമുള്ള കാര്യമായിരുന്നു എല്ലാവർക്കും. ചെറിയ ഇതിനകത്ത് വെച്ചോണ്ട്. പക്ഷെ എന്നിട്ട് അതിങ്ങനെ നമ്മുടെ മട്ടാഞ്ചേരി എയർപോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് കയറി പോന്നു. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. കൂടെ എൻ്റെ വീട്ടിലെ ഫാദർ, മദർ, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഒക്കെ എൻ്റെ 1-2 റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അങ്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബോംബെയിൽ വന്നു. എനിക്ക് ബോംബെ വലിയ പരിചയമൊന്നുമില്ലായിരുന്നു അന്ന്. അങ്ങനെ ഒരു പരിചയക്കാരൻ ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തും വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ എൻ്റെ കൂടെ വേറെ 1-2 പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സാന്താക്രൂസിൽ നമ്മുടെ ഹോട്ടലിന്റെ പേര്, അവിടെ അടുത്തൊരു ഹോട്ടലിൽ പോയി താമസിച്ച ഒരു ദിവസം. പിറ്റേ ദിവസം രാവിലെയാണ് എയർപോർട്ടിൽ എത്തണത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പുറത്തു പോവുകയാണ്. ലാംഗ്വേജ് ഇല്ല, ഹിന്ദി അറിയാൻ പാടില്ല, ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 4-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഇവിടെ നമ്മുടെ സീബ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങണേ. സീബ് എയർപോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ടർ ക്യാബിനൊക്കെ വെച്ച് ചെറിയ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു. വലിയ സൗകര്യമൊന്നും ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയൊന്നും എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ ഞങ്ങൾ എറണാകുളം ഭാഗത്തുള്ള ആൾക്കാര് വളരെ കുറച്ച് പേരെ ഈ നാട് വിട്ടു പോയിട്ടുള്ളൂ. നമ്മുടെ വടക്കൻ സ്റ്റേറ്റുകളിൽ നിന്ന് ഇതുകളിൽ നിന്നൊക്കെ കുറച്ച് കണ്ടമാനം ആൾക്കാരുണ്ട്, ജില്ലകളിൽ നിന്നൊക്കെ. സൗത്ത് നമ്മുടെ കോട്ടയം, തിരുവല്ല ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരും ഒത്തിരി പേരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ എറണാകുളം, മുളന്തുരുത്തി, തൃപ്പൂണിത്തുറ ഏരിയയിലുള്ള ആൾക്കാരും ഇല്ല, വളരെ ചുരുക്കമുള്ളൂ. ഒരു 5-6-7 പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയാം. അവര് ഞങ്ങള് ആഴ്ചയിൽ ഒരു ദിവസം കാണും. ഈ നമ്മുടെ എറണാകുളം സ്റ്റൈലിലുള്ള വർത്താനമൊക്കെ. ബാക്കിയുള്ളവരുടെ വർത്താനം ഒന്നും നമുക്ക് പകുതി, എനിക്ക് വടക്കോട്ടുള്ള ആളുകളുടെ വർത്താനം പോലും, മലയാളം പോലും കേട്ടാൽ എനിക്ക് ശരിക്കും മനസ്സിലാവില്ലായിരുന്നു. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പൊ എൻ്റെ കസിൻ്റെ ഒരു റിലേറ്റീവ്, അദ്ദേഹം എന്നെ വിളിച്ചോണ്ട് പോന്നു. എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു. ഇങ്ങനെ ഞാൻ റൂവിലെത്തി. അപ്പൊ അന്ന് ഇവിടെ ഈ റോഡൊന്നുമില്ല, ചെറിയൊരു റോഡ് മാത്രമേ ഉള്ളൂ. എയർപോർട്ടിന്റെ അവിടെ നമ്മുടെ ഇങ്ങോട്ട് വരുന്നൊരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അങ്ങനെ ഞാൻ മത്രയിൽ വന്ന് താമസിച്ചത്. റൂവിൽ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്തൊരു ബിൽഡിങ്ങിൽ വന്ന് താമസിച്ചത്. ഒമാനി ടൈപ്പ്, ഈ സിങ്ക് ഷീറ്റ്, കൊറിഗേറ്റഡ് ഷീറ്റ് ഇട്ടേക്കണ മണ്ണിട്ട് മുകളിൽ ഇത് ചെയ്തിരിക്കുന്ന വീട്. AC ഉണ്ട്, പക്ഷെ കറണ്ടില്ല. ഞങ്ങൾക്ക് ഈ AC-യുടെ ഹൊറിസോണ്ടൽ ഓപ്പണിംഗ് ആയിരുന്നു. ഗ്രില്ലും ഫ്രില്ലൊന്നുമില്ല. പഴയ AC അത് ഓൺ ചെയ്യുമ്പോ ഒരു 1 കിലോമീറ്റർ ദൂരെ ഒച്ച കേൾക്കും. അത് കിടന്ന് വറക്കണം എൻ്റെ വെള്ളത്തിന്റെ. അപ്പൊ AC ഓൺ ചെയ്യുമ്പോ തന്നെ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചും ഈ ടാങ്കിൽ, GI ടാങ്കിനകത്താണ് നമ്മൾ വെള്ളം കൊണ്ട് സ്റ്റോർ ചെയ്യണത്. അപ്പൊ ഇതിങ്ങനെ പഴുത്ത് കിടക്കായിരിക്കും ഇവിടുത്തെ ചൂട് കാരണം. അപ്പൊ ഞങ്ങൾ ഈ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചും
അന്ന് ഡിസാലിനേറ്റഡ് വാട്ടർ ഒന്നും അല്ല, വെറുതെ എവിടെ ഏതോ കുളത്തിൽ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരുന്ന വെള്ളമാണ്. അപ്പൊ അത് ഞങ്ങൾ ഈ AC യുടെ അകത്ത് കയറ്റി വയ്ക്കും. ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടി വെള്ളം ചൂടാക്കാനില്ല. പിന്നെ കറണ്ട് വരുമ്പോ തന്നെ ഈ AC യുടെ തണുത്ത കാറ്റുള്ളത് കൊണ്ട് ഈ വെള്ളം ഒന്നൊന്നിന്റെ ചൂടൊന്നൊരു അല്പം കുറഞ്ഞു കിട്ടും. അപ്പൊ ആ വെള്ളം എടുത്ത് നേരെ ഇവിടെ ഒഴിച്ചു കൊടുക്കും കഴുത്തില്, എന്നിട്ടങ്ങ് ഇറക്കി ഇടുന്നത്. കാരണം വായിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ആയപ്പോഴത്തേക്കും വലിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മറ്റേ ബാത്റൂമിൽ കുളിച്ചേച്ചും വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ശരീരം മുഴുവൻ നനഞ്ഞ വേർത്ത പുറത്തേക്ക് ഇറങ്ങണത്, ചൂട് കാരണം. ഈ AC കൊണ്ടും തണുപ്പൊന്നുമില്ല. അപ്പൊ നമ്മൾ വീണ്ടും മോളിൽ കയറും, മുണ്ട് വിരിച്ച് അങ്ങ് ഇട്ടേച്ച് അതിന്റെ മുകളിൽ ഒറ്റ 5 മിനിറ്റ് കൊണ്ട് മുണ്ട് കരുവാട് പോലെ വളഞ്ഞിങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനത്തെ അല്ലേ. പിന്നെ ഈ പൊടി റൂബിക്കകത്തുള്ള റോഡിലേക്ക് കൂടി റോഡ് ഉണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ്, അതിന് ഇപ്പുറത്തുള്ള ദോഫാർ ബിൽഡിംഗ്. ഏറ്റവും വലിയ പ്രശ്നം ലാംഗ്വേജ് അറിയാൻ പാടില്ല. എനിക്കിപ്പം പല ഭാഷകളും ഇൻക്ലൂഡിങ് അറബി പോലും ഞാൻ എഴുതും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ജോലി അന്വേഷിച്ച് ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട്. ഒരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ട്. ചിലയിടത്തൊക്കെ എക്സ്പീരിയൻസ് ഇല്ലെന്നും പറഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വന്നപ്പോഴത്തേക്കും പല സ്ഥലത്തു നിന്നും എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ജോലിക്ക് വരുമ്പോൾ ജോലി വെച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തെ അല്ലാണ്ട് വേറെ ഒന്നും. ചില സ്ഥലത്ത് ജോലി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും അവർക്ക് ഇന്റേണലി ആരെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ല ഇവിടെ വരണ്ട, അപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേറെ ഒരാൾക്ക് ജോലി കിട്ടും. ഇല്ല ഇവിടെ ജോലിയില്ല, പൊക്കോ, ഇറങ്ങി വെക്കും, പൊക്കോ, ഇനി എപ്പോഴും ഇവിടെ വരണ്ട എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ ജോലി കിട്ടുന്നത് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ. അതുവരെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഓൾസ്മൊബൈൽ കാറിന്റെ സെയിൽസിൽ എനിക്കൊരു ജോലി കിട്ടി. ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അതിന്റെ മാല. ഞാൻ അയാളെ പോയി കണ്ടു, എന്നെ ജോലിക്ക് വെച്ചു, സെയിൽസ്മാൻ ആയിരുന്നു. അതിന്റെ സെയിൽസും പിന്നെ ഈ കാറിന്റെ കൊണ്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ പണിയൊക്കെ ആയിട്ട് അവിടെ ഞാൻ അതുകൊണ്ടങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് റിസർച്ച് ബ്യൂറോ എന്ന് പറഞ്ഞുകൊണ്ടൊരു മാർക്കറ്റിംഗ് റിസർച്ച് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അന്ന് എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് പോകാനും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവരെന്നെ ഈ മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവായിട്ട് എന്നെ അവിടെ വെച്ചു. എനിക്കപ്പോൾ ജോലി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ മുഴുവൻ നടന്നുകൊണ്ട് എല്ലാ ആൾക്കാരുടെ അടുത്തു നിന്നും സ്മോക്കിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇതിനെ പറ്റി, സോപ്പിനെ പറ്റി, ജീപ്പിനെ പറ്റി, ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ പല പ്രോഡക്ട്സിനെ പറ്റി അന്വേഷിക്കില്ല. നിങ്ങൾ സിഗരറ്റ് വലിക്കണം, നിങ്ങൾ എത്ര സിഗരറ്റ് വലിക്കും, പല ഇൻഫർമേഷൻ പല പ്രോഡക്ട്സിനെ പറ്റി. അപ്പൊ അത് ഞാൻ ഈ ഒമാൻ മുഴുവൻ നടന്ന് എല്ലാ ഇന്റീരിയറിലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പലതരത്തിലുള്ള ആൾക്കാരുടെ നിന്ന് മേടിക്കണം. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സ്കിൽഡ് ലേബർ, അൺസ്കിൽഡ് ലേബർ, അങ്ങനെ പല പ്രൊഫഷനിലുള്ള മെക്കാനിക്സ്, ഡ്രൈവേഴ്സ്, ഇവരുടെ നിന്നൊക്കെ അവർ അഭിപ്രായം എഴുതി മേടിക്കണം. അപ്പൊ ഈ ഒമാൻ മുഴുവൻ ഞാൻ പോവായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. എല്ലാ സ്ഥലങ്ങളും, എല്ലാ വില്ലേജിലും, എല്ലാ ഗ്രാമത്തിലും എല്ലാം ഞാൻ പോകുമായിരുന്നു. എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ട് കാര്യമുള്ളൂ, വന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമുക്ക് പ്രൊഫഷണലായിട്ട് ഒരു ജോലി ഞാൻ പഠിച്ചിട്ടില്ല. ഫാദർ ഒരു റേഷൻ ഷോപ്പൊക്കെ നടത്തുന്നതാണ്. അദ്ദേഹത്തിനെ സഹായിക്കുന്ന ജോലിയൊക്കെ എനിക്കുണ്ടായിരുന്നു. വേറൊരു തൊഴിലും പഠിച്ചിട്ടില്ല. പഠിക്കാൻ എനിക്ക് ആഗ്രഹം, ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം. പക്ഷെ ഫാദർ പറഞ്ഞ് ബികോമിന് തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് ഇൻ 1985 ഞാൻ ഈ സോഹാർ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു, അതുവരെ ഞാൻ ഈ ഇതിനകത്ത് മാർക്കറ്റിംഗ് റിസർച്ചിലായിരുന്നു. റിസർച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇൻഷുറൻസിന്റെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഇൻഷുറൻസിന്റെ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങള് ഇതിന്റെ ഉടമസ്ഥൻ, ഈ കമ്പനി ആദ്യം തുടങ്ങിയ ആള് ഒരു യമൻകാരനാണ്. അദ്ദേഹം ദുബായിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ആയിട്ട് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞിങ്ങനെ കമ്പനി കിടപ്പുണ്ട് ഇവിടെ, നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് കുറെ ലയബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ആ കമ്പനിക്ക്, 65,000 റിയാൽ. അപ്പൊ ആ ലയബിലിറ്റി ഒന്നും എടുക്കാൻ മാത്രമുള്ള ശക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു യെസ്, നമുക്ക് ഏറ്റെടുക്കാം, നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റെടുത്തു. ഇവിടെ വന്നിച്ച് ഒരു ഓഫീസൊക്കെ എടുത്ത് അങ്ങനെയാണ് അതിന്റെ തുടക്കം. അത് തുടങ്ങിയിട്ട് പിന്നെ പുറകോട്ട് നോക്കേണ്ടി വന്നില്ല. ഈ ഏജൻസി കയ്യിലുള്ളത് കൊണ്ട് കുറെ കമ്പനികളിലൊക്കെ പോയി മീറ്റ് ചെയ്ത് അവർക്ക് നമുക്ക് ബിസിനസ് തന്നു. എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഷിപ്പിങ്ങിനെ പറ്റി. എന്നാലും ബേസിക്
തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, വായിച്ചൊക്കെ മനസ്സിലാക്കിയാണ്. പ്രാക്ടിക്കൽ നോളജ് ഒന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ജോലി ചെയ്ത് പഠിച്ചവനാണ്. അതിനകത്തുള്ളൊരു സംഗതിച്ച ഡെഡിക്കേഷൻ, ചെയ്യുന്ന ജോലികളുടെ ഡെഡിക്കേഷൻ ഉള്ളവർക്ക് തോക്കാൻ പറ്റും. ഞാൻ ജോലിക്ക് വെക്കുന്നത് മുഴുവൻ റോട്ടിൽ നിന്ന് ആളുകൾ പിടിച്ചോണ്ട്, ഐ മീൻ റോട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് യാതൊരു ഷിപ്പിംഗ് നോളജും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചും ഷിപ്പിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അങ്ങനെയാണ്. എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ്. തുടക്കം മുതൽ മറ്റേ ടാലി മുതൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് ഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഞാൻ. 4-5 ഷിപ്പൊക്കെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരേ സമയത്ത്. ഇവിടെയുള്ള മേജർ ഷിപ്പിംഗ് കമ്പനികളെല്ലാം ഇവിടെ ബദർ ഷിപ്പിംഗ് ഉണ്ട്, അൽഫയ ഷിപ്പിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഷിപ്പിംഗ് കമ്പനികളുമായിട്ടും നല്ല റിലേഷൻ, എല്ലാ ഷിപ്പിംഗ് കമ്പനിക്കാരുടെ സീനിയർ ആൾക്കാരുമായിട്ടും മെയിൻറ്റെയിൻ എ വെരി ഗുഡ് റിലേഷൻ. വിഴിഞ്ഞം പോർട്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പണ്ട് ഇറാഖ് വാർ നടന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള സംഗതികൾ വല്ല വല്ലാർപാടത്തോ വല്ല വിഴിഞ്ഞത്തോ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. അന്ന് ചെയ്തിരുന്നെങ്കിൽ അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് അത്രയ്ക്ക് നമുക്ക് പുരോഗമിക്കാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം പോർട്ട് വേണ്ട രീതിയിൽ നോക്കിയെടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് നമ്മുടെ നാട്ടിലേതായ ചെറിയ നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറിയേ പറ്റുള്ളൂ. പ്രധാനമായിട്ട് ഇത്തിരി അങ്ങ് ശീലിച്ചു പോയതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച്. പക്ഷെ എന്നാൽ തന്നെയും ഇനിയാണെങ്കിൽ നമ്മൾ വേണ്ടതിൽ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യങ് ജനറേഷന് പഠിക്കാനും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു സ്ഥാനത്ത് എത്തിച്ചേരാൻ, ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഇത് പഠിച്ചേച്ച് അവിടെ പോയാലും ഡോക്ടറെ പോലും എഞ്ചിനീയർമാരെ പോലെ ഈ ജോലി ഇത് തന്നെയാണ് ഏത് രാജ്യത്ത് ചെന്നാലും. അപ്പൊ അത് ചെല്ലുന്നവൻ ആദ്യമേ ഇപ്പൊ ഇവിടെ ആ ഗേറ്റിൽ കൊടുക്കണം ഈ ഗേറ്റിൽ കൊടുക്കണം എന്നുള്ള ഇതല്ലാണ്ട് ബാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഈസ് സെയിം. ഏത് ഷിപ്പിംഗ് ലൈൻ ആണെങ്കിലും വർക്കിംഗ് പോളിസി, ഒരു പ്രൊസീജിയർ ഉണ്ട് ഷിപ്പിങ്ങിനകത്ത്. എങ്ങനെയാണ് കാർഗോ പിടിക്കേണ്ടത്, അയക്കേണ്ടത്, കയറ്റേണ്ടത്, ഇറക്കേണ്ടത്, അത് ലോകത്തിലെല്ലായിടത്തും ഒന്ന് തന്നെയാണ്. വിഴിഞ്ഞം നല്ല രീതിയിൽ നല്ല ദീർഘദൃഷ്ടിയുള്ള ആൾക്കാർ, പ്രൊഫഷണൽസ് വയ്ക്കാം. പ്രൊഫഷണൽസിന് നോ പഞ്ഞമില്ല നമ്മുടെ നാട്. ഇവരുടെയൊക്കെ ഇത് അഡ്വൈസ് വാങ്ങിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ, ഐ മീൻ ദർ ഇസ് നോ കോമ്പറ്റീറ്റേഴ്സ് ഫോർ അസ്. വിഴിഞ്ഞത്ത് നമ്മൾ ഭംഗിയായിട്ട് നടത്തുവാണെങ്കിൽ ലോകത്തിൽ നമുക്കൊരു കോമ്പറ്റീറ്റർ ഇല്ല. കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. ഓപ്പറേഷനിലായിട്ടും മാർക്കറ്റിങ്ങിലായാലും ഡോക്യുമെന്റേഷനിലാണെങ്കിലും എന്ത് പറഞ്ഞാലും അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഹാൻഡ്സ് നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ മലയാളികൾ. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു സ്ഥാപനമല്ല. അപ്പോൾ അവിടെ നമുക്ക് തൊഴിൽ സാധ്യത, അതുകൂടാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒന്നും ഇല്ലാത്തതില്ല. എല്ലാ തരത്തിലും പോർട്ട്, അത്രയും വലിയൊരു പോർട്ട്, അത്രയും നാച്ചുറൽ ഡെപ്തുള്ള ഇതുള്ള പോർട്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഫാദറും മദറും മരിച്ചുപോയി. അനിയന്മാരൊക്കെ ഉണ്ട്. എനിക്ക് 4 അനിയന്മാർ. ഒരാൾ ഇവിടെ ഉണ്ട്, രണ്ടുപേരും. ഒരാൾ ഇവിടെ വേറെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയിട്ട് നാട്ടില് സെറ്റിൽ ചെയ്തിരിക്കുക. എനിക്ക് വൈഫും 3 ആൺകുട്ടികളും ഉള്ളത്. മൂത്തയാൾ കല്യാണം കഴിച്ച്, അയാളും അയാളുടെ വൈഫും ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവന് മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് നോക്കുന്നത്. എൻ്റെ മൂന്നാമത്തെ ആള് ഹീസ് ആൻ ആർക്കിടെക്ട്. വൈഫിന്റെ പേര് റീന എന്നാണ്. 1990-ലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പിന്നെ ഇങ്ങോട്ട് വളരെ അപൂർവം വല്ലപ്പോഴും ഒക്കെ പോവും വരുമൊക്കെ ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി വെച്ചും വരും. ഒരാഴ്ചത്തേക്ക് 5 ദിവസം 10 ദിവസം. അതിൽ കൂടുതൽ സമയം നാട്ടിൽ നിൽക്കാറില്ല. 2 മാസം കഴിയുമ്പോൾ വീണ്ടും പോവും, ഒരാഴ്ച നിൽക്കും. ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത മകനായിരുന്നു. അപ്പൊ പ്രതീക്ഷയല്ല എൻ്റെ അടുത്താണല്ലോ. അമ്മയ്ക്കൊക്കെയുള്ള പ്രതീക്ഷ. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ അവിടെ നിന്ന് വിട്ടു പോണു എന്നുള്ളതിന്റെ പേരിലൊരു വിഷമം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഞങ്ങൾ 7 മക്കളായിരുന്നു. 4 ആൺമക്കളും 3 പെൺമക്കളുമാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്. ഞാൻ ഇച്ചിരി രാഷ്ട്രീയവും പരിപാടിയൊക്കെ നടന്നപ്പോൾ അമ്മച്ചിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇതിനൊക്കെ അന്നത്തെ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ടൊക്കെ നടന്നതാണ് അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ഇട്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ലീവിനൊക്കെ ചെന്ന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരുമൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഷി വാസ് ഹാപ്പി. അമ്മയും ഫാദറും വന്ന് താമസിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ കൂടെ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഇവിടെ വന്നപ്പോൾ മുതലുള്ള ഇവിടുത്തെ ഈ ഭരണാധികാരികളുണ്ട്. ഇവിടുത്തെ സുൽത്താൻ, ഞാൻ വരുമ്പോൾ ഇവിടുത്തെ ഹിസ് മജസ്റ്റി കാബൂസ്, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദൃഷ്ടി, അത് ഈ ഇവിടെയുള്ള പ്രവാസികൾക്കും ഈ രാജ്യത്തിനും ഒത്തിരി ഗുണം ചെയ്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ രാജ്യത്തെ 1000 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമുക്ക് സലാലേന്ന് ഇവിടെ വരെ ഉള്ള നീളം വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പം അത്രയും വലിയൊരു രാജ്യത്തെ ഡിഫറെൻറ്റ് ട്രൈബ്സ് ഇവരെല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഈ രാജ്യം
ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ ഒരു 50 കൊല്ലം നിങ്ങൾ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 50 കൊല്ലത്തെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്സിയിലും ചെന്ന് പെടാതെ കൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ട് പോയി. അദ്ദേഹം മരിച്ചുപോയി കുറച്ച് വർഷം മുമ്പ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ എൻ്റെ ഹാർഡ്ഷിപ്പും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു. പക്ഷെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒരു പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ അങ്ങനെ ലൈഫ് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘദൃഷ്ടി ആയതുകൊണ്ടാണ് ഈ രാജ്യം ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റിയതും. ഇവിടെ പല ആൾക്കാർ, എന്നെ പോലെയുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു. ഞാൻ എന്നെ പോലെയുള്ള കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുകയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരാൾക്കും ഒരു കംപ്ലൈന്റ് വരാത്ത രീതിയിൽ, അതേസമയത്ത് വളരെ ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും അവനവന്റെ ജോലിയും ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം, അതിപ്പോഴും അതെ കേട്ടോ, സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചതിന്റെ പിന്നില് ആ മനുഷ്യനാണ്. പ്രവാസ ജീവിതം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തില് കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഇത് രണ്ടുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ള, പ്രവാസമാണെങ്കിലും ഈവൻ നാട്ടിലാണെങ്കിലും എവിടെ ചെന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹോണസ്റ്റി, സിൻസിയറിറ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ്, പിന്നെ ഡെഡിക്കേഷൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആക്കിയത് ഈ പ്രവാസ ജീവിതം. പിന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, മറ്റുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടും അനുഭവങ്ങളും മനസ്സിലാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതും ഈ പ്രവാസ ജീവിതം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഗതി, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് പ്രവാസ ജീവിതം.